വോട്ട് ചോരി വിവാദങ്ങൾക്കിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു. നാളെ 3 മണിക്കാണ് വാർത്താ സമ്മേളനം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചേക്കും. സജു തോമസ് ചേരുന്നുണ്ട്. സജു, ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായി ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന്. അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ചോദിച്ച രേഖകൾ ഉൾപ്പെടെ നൽകാതിരിക്കുന്ന സമീപനവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ നാളെ വാർത്താ സമ്മേളനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയിരിക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാത്രമായിരിക്കുമോ? വിവാദ വിഷയങ്ങളിൽ പ്രതികരണം ഉണ്ടാകുമോ? ധന്യ, എന്തായാലും രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച് 9 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഒരു മറുപടി എന്ന പറഞ്ഞ ഒരു വാർത്താ സമ്മേളനത്തിന് കമ്മീഷൻ ഒരുങ്ങുന്നത്. നാളെ വൈകിട്ട് 3 മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ മാസം 7-ാം തീയതിയാണ് കമ്മീഷനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിനുശേഷം രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം ഉണ്ടായത്. രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പറഞ്ഞിരുന്നു. അത്തരത്തിൽ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണമെന്നും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിപ്പോൾ രാജ്യമൊട്ടാകെ വലിയൊരു ക്യാമ്പയിന്റെ ഭാഗമായി കോൺഗ്രസ് ആരംഭിക്കുകയാണ്. നാളെയാണ് വോട്ടധികാർ റാലി ബീഹാറിൽ ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നാളെ 3 മണിക്ക് വാർത്താ സമ്മേളനത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പും നാളെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള മറുപടി രാജ്യം ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്താൻ വേണ്ടിയാണ് നാളത്തെ വാർത്താ സമ്മേളനം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ മാസം 7-ാം തീയതി രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചു. കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടൊരു മറുപടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും രേഖകളോ തെളിവുകളോ ഇതുവരെയും അവർ പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കുള്ള കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ രേഖകളോ പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ഈ വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി മുൻപോട്ട് വെച്ചത്. അതിൽ കൃത്യമായിട്ട് കമ്മീഷന്റെ മറുപടി എന്തായിരിക്കുമെന്നുള്ളത് നാളെ വ്യക്തമാവും. നമുക്കറിയാവുന്നതുപോലെ രാജ്യമൊട്ടായ കോൺഗ്രസ് വലിയൊരു റാലി ആരംഭിച്ചിരിക്കുകയാണ്. വലിയൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നീങ്ങുകയാണ്. അത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു വാർത്താ സമ്മേളനം നാളെ വൈകിട്ട് വിളിച്ചിരിക്കുന്നത്. ധന്യ. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് നമുക്കറിയാം ഡിജിറ്റൽ ഫോർമാറ്റ് പിൻവലിച്ച് അവിടെ സ്കാൻ കോപ്പി മാത്രമാക്കിയുള്ള നീക്കം വരെ, ഇല്ലെങ്കിൽ അത്തരം പരിശോധനകൾ മാത്രം മതി എന്നുള്ള രീതിയിൽ അതിനെ പ്രതിരോധിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ നാളെ അതെന്തുകൊണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധന്യ, എന്തായാലും അതിന്മേലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി നാളെ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആരോപണം ഉയർത്തി 9 ദിവസം പിന്നിടുമ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളടക്കം, പ്രത്യേകിച്ച് അന്തർദേശീയ മാധ്യമങ്ങളടക്കം ഇത് വാർത്തയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള മറുപടി രാജ്യം ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ഒരു സുതാര്യമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 300-ലധികം വരുന്ന എംപിമാർ തെരുവിലേക്ക് ഇറങ്ങി വലിയ പ്രതിഷേധവുമായിട്ട് പാർലമെന്റ് വളർത്തുന്ന നിന്ന് വലിയൊരു പ്രതിഷേധം ആരംഭിക്കുന്നു. അവരെ റോഡിലൊക്കെയും തടയുന്നു, അറസ്റ്റ് ചെയ്യുന്നു. വലിയ കോലാഹലമായിട്ടൊക്കെ മാറിയത് രാജ്യം കണ്ടതാണ്. എന്തായാലും ഇതൊരു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുകയും വാട്സാപ്പ് നമ്പറിലൂടെയൊക്കെ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ഒരു വിവാദം എത്തിയിരിക്കുകയാണ്. അതിൽ കൃത്യമായിട്ടുള്ള മറുപടി ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വോട്ടർമാരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇത് എന്താണ് ഇതിലെ വസ്തുത എന്നറിയാനുള്ള ആഗ്രഹമാണ്. അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്നുള്ള രാഹുൽ ഗാന്ധി ഇപ്പോഴും അടിവരട്ട് പറയുകയാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളടക്കമാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ഈ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഏതുതരം നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്, അതായത് ഇതിന്മേലുള്ള തെളിവുകൾ ലഭിക്കരുത് അല്ലെങ്കിൽ ഇതിന്മേലുള്ള ഈ ആരോപണങ്ങൾ പുറത്തു വരുന്നത് എന്നവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് 7 അടിയോളം പൊക്കമുള്ള പേപ്പർ കെട്ടുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതെന്നും അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ പോലും രാഹുൽ ഗാന്ധി ഉയർത്തപ്പോൾ അതിൽ കൃത്യമായി വിശദീകരണം നൽകേണ്ട ഉത്തരവാദിത്വം എന്തായാലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, പരിഷ്കരണത്തിന്റെ പേരിൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ പേരുകൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണം. 65 ലക്ഷം ആളുകളുടെ കണക്കാണ്. അത് പുറത്തുവിടണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. രൂക്ഷമായ വിമർശനം കമ്മീഷനെതിരെ ഉണ്ടായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്ന്. അത് 3 ദിവസത്തിനുള്ളിൽ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് തിങ്കളാഴ്ചയാണ് നമ്മൾ കണക്കുകൂട്ടിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നാളെ വിശദീകരണം ഉണ്ടാകില്ലേ? എപ്പോഴായിരിക്കും ആ കണക്കുകൾ കമ്മീഷൻ പുറത്തുവിടുക? തന്നെ തീർച്ചയായിട്ടും എന്തായാലും
ഈ ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യമുണ്ടായി. എന്തിന് ഇത്ര വേഗത്തിൽ ഈ സമയത്ത് നടപ്പാക്കുന്ന ചോദ്യമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ വന്ന വലിയൊരു അടിയായിട്ടാണ് ഇപ്പോൾ കമ്മീഷൻ തന്നെ വിശദീകരിക്കുന്നത്. എന്തായാലും ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതി നിലനിൽക്കുകയാണ്. അതിൽ ഈ സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് ഏതൊക്കെ ആൾക്കാരെ പുറത്താക്കുന്നത് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ ലിസ്റ്റ് വേണം, അത് കമ്മീഷൻ തന്നെ വ്യക്തമായിട്ടുള്ള രേഖകളോടുകൂടി പുറത്തുവിടണം. എന്ത് കാരണത്തിന്മേലാണ് ഇവരെ പുറത്താക്കിയത് എന്നുള്ളതിന് തെളിവുകളടക്കം പുറത്തുവിടണമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ അത് ഉടൻ തന്നെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അത് സുപ്രീം കോടതി ആവശ്യപ്രകാരം സത്യവാങ്മൂലമായിട്ടാണ് സുപ്രീം കോടതിയിൽ നൽകേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടും രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളും രാജ്യം ആഗ്രഹിക്കുന്നുണ്ട്. കമ്മീഷന്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള മറുപടി വേണമെന്ന്. ആ മറുപടി എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ രാജ്യം കാതോർക്കുന്നത്. നാളെ വൈകിട്ട് 3 മണിക്കാണ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾക്കും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് നടക്കുന്ന പ്രചാരണങ്ങൾക്കുമുള്ള മറുപടിയായിരിക്കും നാളത്തെ വാർത്താ സമ്മേളനം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ധന്യ. ശരി സജു.